സർക്കാർ അവതരിപ്പിച്ച വഖഫ് ആക്ട് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് സംസ്ഥാന വഖഫ് ബോർഡ്. ഭേദഗതി അനാവശ്യ വ്യഗ്രതയുടെ ഭാഗമെന്നും സംയുക്ത പാർലമെന്ററി കമ്മിറ്റി മുമ്പാകെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ബോർഡ് ചെയർപേഴ്സൺ എം.കെ. സക്കീർ അറിയിച്ചു. സംസ്ഥാന വഖഫ് ബോർഡുമായി ഒരാലോചനയും നടത്താതെയാണ് ബിൽ അവതരണം നടന്നതെന്നും എം.കെ. സക്കീർ പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി രാജ്യത്ത് പുതിയതല്ല. 12 വർഷത്തിനിടെ നിരവധി ഭേദഗതി വന്നു. ഇതെല്ലാം വഖഫിന്റെ തത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിരുന്നു എന്ന് കേരള വഖഫ് ബോർഡ് യോഗം വിലയിരുത്തി. വഖഫ് ചുമതലകളെ എന്തിനെടുത്തു കളയുന്നു, എന്ത് പഠനം നടത്തിയെന്നും എന്ത് കണ്ടെത്തൽ നടത്തിയെന്നും കേന്ദ്ര സർക്കാർ വെളിപ്പെടുത്തണം. 2013 ശേഷം കേരള വഖഫ് ബോർഡുമായി യാതൊരു ആശയവിനിമയവും നടന്നിട്ടില്ല. മറിച്ചുള്ള പ്രചരണം തെറ്റാണെന്ന് യോഗശേഷം വഖഫ് ബോർഡ് ചെയർമാൻ എം.കെ. സക്കീർ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട വഖഫ് കാലങ്ങളായി നിർവഹിക്കുന്ന ചുമതലകളെ എന്തിനു വേണ്ടി എടുത്തു കളയുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ പ്രസക്തമായ ചോദ്യം ചോദിക്കേണ്ട ഉത്തരവാദിത്വം കേരള വഖഫ് പോലുള്ള ബോർഡുകൾക്ക് തന്നെയാണ്. എന്ത് സാഹചര്യമാണ് ഉണ്ടായത്, എന്ത് പഠനമാണ് നടത്തിയത്, എന്ത് കണ്ടെത്തലുകളാണ് നടത്തിയത് എന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ ഇന്ത്യൻ പാർലമെൻറ്റ് ബോധ്യപ്പെടുത്തേണ്ടതാണ്. വഖഫ് ബോർഡിന്റെ ചിറകരിഞ്ഞാൽ അത് വഖഫ് സ്ഥാപനങ്ങളെ ബാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. ബിൽ ധൃതി പിടിച്ചു കൊണ്ടുവന്നതിൽ ഗൂഢലക്ഷ്യമുണ്ട്. വഖഫ് ബോർഡ് വലിയ ജന്മിയാണ് എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാം അതത് പ്രദേശത്തെ വിശ്വാസികൾ നൽകിയ ദാന സ്വത്തുക്കളാണ്. വഖഫ് ബോർഡിൽ 2 വനിതാ പ്രാതിനിധ്യം 1995 മുതൽ നിലവിലുള്ളതാണെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, കോഴിക്കോട്.